നമുക്ക് ഇനി പോകേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ലോക്സഭാ മണ്ഡലമായ ആലത്തൂരിലേക്കാണ്. രമ്യ ഹരിദാസ് എന്ന സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനവും ഇടതുപക്ഷ സർക്കാരിന്റെയും മോദി സർക്കാരിന്റെയും പ്രവർത്തനങ്ങളും കൃത്യമായി ചർച്ച ചെയ്യുന്നവരാണ് ആലത്തൂരിലെ കർഷകരൊക്കെ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആലത്തൂരിലെ കർഷകരുടെ മനസ്സ് ആർക്കൊപ്പമാണെന്ന് നോക്കാം. പാലക്കാട്ടെ ചൂട് അറിയണമെങ്കിൽ ശരിക്കും ഗ്രാമപ്രദേശങ്ങളിലേക്ക് തന്നെ പോകണം. അതുപോലെ തന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൻ്റെ ആ ഒരു തോത് അറിയണം. പ്രദേശങ്ങളിൽ ചെന്നിട്ടേ കാര്യമുള്ളൂ. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ചിറ്റൂരിലെ ഈ വേർക്കോലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം വരുന്ന ഒരു പ്രദേശമാണിത്. എങ്ങനെയുണ്ട് ചേട്ടാ, ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂടൊക്കെ നല്ല ചൂടാണ്. ഇത്തിരി ചൂട് ഉണ്ടായിരുന്നു, ഇന്ന് ഇത്തിരി ഒരു ലേസം കമ്മിയായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ക്ഷീര കർഷകരാണ് ഇവരെല്ലാവരും. ഇവിടെ പാലളക്കാൻ വേണ്ടി വൈകിട്ട് എല്ലാവരും ഒത്തുകൂടി ഇരിക്കുകയാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? എല്ലാ സമയമുണ്ട്. രമ്യ ഹരിദാസ് ആയിരുന്നില്ലേ MP? എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനം? വളരെ പ്രവർത്തനം നല്ലതെന്ന് പറയുകയാണെങ്കിൽ വളരെ മോശമാണ്. ഒരു ഉറുപ്പ്യ അവരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ വന്നിട്ടില്ല. രമ്യ ഹരിദാസ് നിന്ന് ജയിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ എത്തി നോക്കിയിട്ടേ ഇല്ല, ഞങ്ങൾക്ക് ആരാണെന്ന് അറിയൂല്ല. ഇത്തവണ ആര് ജയിക്കണം? രാധാകൃഷ്ണൻ ജയിക്കണം. ഏട്ടൻ അങ്ങനെ തന്നെയാണോ? രാധാകൃഷ്ണൻ ജയിക്കണം ഞാൻ പറയില്ല. മോദി സർക്കാരിന് ഒരു വോട്ട് നമ്മുടെ അപേക്ഷ. രമ്യ എങ്ങനെയായിരുന്നു പ്രവർത്തനം? രമ്യൻ്റെ പ്രവർത്തനം നന്നായിരുന്നു, അതിന് തെറ്റ് പറയാനൊന്നും ഇല്ല. ഒരു വോട്ട് രമ്യക്ക് വീണ്ടും ആലത്തൂരുകാർ കൊടുക്കും. ചിലപ്പോൾ കടിക്കും. രമ്യ നല്ല പ്രവർത്തനമായിരുന്നു. പ്രവർത്തനമൊക്കെ കുഴപ്പമില്ല. PK ബിജു എന്ത് ചെയ്തു? എന്ത് ചെയ്തു? അതുപോലെ തന്നെ രമ്യ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇത്തവണ മോദിക്ക് കൊടുക്കാനാണ്. മോദിക്ക് കൊടുക്കണം. PK ബിജു ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അയാളുടെ നല്ല പ്രവർത്തനമായിരുന്നു. സ്കൂളുകളിൽ, ആസ്പത്രികളിൽ അയാളുടെ MP ഫണ്ട് കഴിക്കുന്നു. അപ്പൊ പിന്നെ എങ്ങനെ പിന്നീട് രമ്യ പിന്നെ എങ്ങനെ ജയിച്ചു പോയെ? അത് അന്നത്തെ തരംഗം വന്നു പോയതാണ്, അല്ലാണ്ട് രമ്യനെ ആൾക്കാർ ആദരിച്ചു പോയതല്ല. കുറേ ഏട്ടന്മാർ ഇവിടെ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട് പാലളക്കാൻ വേണ്ടി വന്നിട്ട്. എന്താണ് ഏട്ടൻ്റെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ പാലുകാരന്മാർക്ക് ഒരു പൈസ കിട്ടുന്നുണ്ട്. ഇതാ നാളെ വരും മറ്റന്നാൾ വരും പറഞ്ഞു. സൊസൈറ്റി പോയി ചോദിച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ട്രഷറി പണമില്ല, കടത്തിൻ്റെ മേലെ കട. ആലത്തൂരിലെ കർഷകരും എല്ലാവരും ഇത്തവണ എങ്ങനെ ചിന്തിക്കും? രമ്യ ഹരിദാസ് 100% 1.5 ലക്ഷത്തിന് മേലെ ജയിക്കും. ഏട്ടാ, എങ്ങനെയാണ് പ്രതീക്ഷ? രമ്യയുടെ ഭൂരിപക്ഷം കൂടുന്നു ഒരു കൂട്ടർ പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു രാധാകൃഷ്ണൻ ജയിക്കുന്നു. അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. പെൻഷൻ കിട്ടുന്നുണ്ട്. കാര്യം എന്ത്? പെൻഷൻ കിടക്കുന്നുണ്ട്. മുടങ്ങിയോ? മുടങ്ങി. അത് ഗവൺമെന്റിൽ പണമില്ലാണ്ട്. ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പെൻഷനും ഈ കർഷകരുടെ പ്രശ്നമൊക്കെ ചർച്ചയാവും. ചർച്ചയായിട്ട് എല്ലാം ചർച്ച വരും. രമ്യ ഹരിദാസോ മോഡി സർക്കാർ ഒരു ഉറുപ്പിയോടെ കൊടുത്തിട്ടില്ല. കേരളത്തിന് അവഗണിച്ച ചരിത്രമാണ് ഉള്ളത്. അതിന് പിണറായിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കണമെന്നില്ല. അയാൾ സെൻട്രൽ ഗവൺമെന്റിലേക്ക് കേസ് കൊടുത്തിട്ടാണ് ഈ പ്രാവശ്യം ഈ പെൻഷനൊക്കെ കൊണ്ടുവന്നത്. ആലത്തൂരുകാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യും. അതുണ്ടോ എല്ലാവരും ഇതിൽ തന്നെ ഇവിടെ തന്നെ ഞങ്ങൾ 10-20 ആളുണ്ട്. തുറന്നു പറയാൻ ഒരു കൃഷിക്കാരും തയ്യാറില്ല. അതാണ് ആലത്തൂരിലെ ഈ കർഷകരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്, കർഷകരുടെ പ്രശ്നമാണ് പറയുന്നത്. ഇവിടെ കോവിഡ് സമയത്തെല്ലാം MP-ക്ക് ഫണ്ട് കിട്ടാത്ത കാര്യം ഉൾപ്പെടെ ഇവിടെ ചർച്ചയാവുന്നുണ്ട്. പെൻഷൻ മുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ആളുകൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്ത് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നാണ് ആലത്തൂരിലെ ഓരോ വോട്ടർമാരും പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു CK റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.